ഹായ് കൂട്ടുകാരെ, ഫലനോപ്സ് എല്ലാം വിരിഞ്ഞു, മുട്ടുകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് 2 സ്പൈക്കാണ് കേട്ടോ. എന്നാൽ ഏറ്റവും ലാസ്റ്റ് സ്പൈക്ക് വന്നതും ലാസ്റ്റ് വിരിഞ്ഞ് തീർന്നതും ഇതാണ്. 2 സ്പൈക്ക് ഉണ്ട് തമ്മിൽ. ഇതൊരെണ്ണം ഉണ്ടോ. താഴെ നിന്നിട്ട് ഇപ്പം മഴയാണല്ലോ, മഴ കൊണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് മുകളിൽ സോളാറിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇട്ട് വെച്ചേക്കുക. മഴ കൊണ്ടു ഒരു ദിവസത്തെ ഫുള്ള് മഴ കൊണ്ടു രാത്രിയിൽ. അതുകൊണ്ടുള്ള ദോഷം ഉണ്ടായിരുന്നു കേട്ടോ, മഴ കൊണ്ടതിനുള്ള. കാരണം ഇതിൽ നിന്നും പോയി 1-2 പൂവ് മഴ കൊണ്ടിട്ട് വാടിപ്പോയി. പിന്നെ ഞാൻ ആകെ പേടിച്ചു ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഫുള്ളും മഴ കൊണ്ട് ചെടി, അപ്പോൾ ഫുള്ള് പൂവ് പോകും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. 2 പൂവൊക്കെ വീതം പോയി ഓരോന്നിൽ നിന്നും. എന്താ ഇതിനൊന്നും സംഭവിച്ചില്ല കേട്ടോ. ഈ വെള്ളയിൽ നിന്നാണ് 2 പൂവ് പോയത്. ഇതിനൊന്നും സംഭവിച്ചില്ല. എന്താ അടുത്ത ചെടി ഉണ്ടല്ലോ, ഈ ചെടി, ഇതിനും പറ്റി. ഇതിൻ്റെ 2 പൂവ് പോയിട്ടാ. ഇതിൻ്റെ പൂക്കളൊന്നും കൊഴിഞ്ഞില്ല. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ, ഇത് വിരിയുമ്പോൾ തന്നെ കിട്ടുന്ന ഈ കളറുണ്ടല്ലോ, ഇതല്ല പൂ മൂത്ത് വരുമ്പോൾ വരുന്നത്. ഇതാ കണ്ടോ, ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. ഇത് പിന്നെ ഇത് ഇപ്പോൾ ശരിക്കും നോക്കിയാലുണ്ടല്ലോ, ഈ 2 പൂക്കളും ഒരേ പോലെ തോന്നുക, കാണുന്നില്ലേ? ഇത് രണ്ട് പൂക്കളാണ് കേട്ടോ. ശരിക്കും നോക്കിയാൽ അറിയാം, ഒരേപോലെ തന്നെ തോന്നുന്ന ഒരല്പ വ്യത്യാസമുള്ളൂ കളറിന്. പിന്നെ നമ്മുടെ ഈ യെല്ലോ, ഇതിൽ നിന്നും പോയി ഒരു പൂവ് മഴ കൊണ്ടിട്ട്. പക്ഷെ ഇതിൻ്റെ അടിയിലൊരു മുട്ട് ചെറുതായിട്ട് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, വരുന്നുള്ളൂ. പിന്നെ ഉള്ള പുരോഗമനം, ഈ ചെടിയിൽ നിന്ന് പുതിയ ഇല വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ 4 ചെടി ഉണ്ട് കേട്ടോ. പക്ഷെ വളരാത്ത ഒരു പ്രശ്നമാണ് ഇത്. വളർന്നും കഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും സ്പൈക്ക് വന്ന് വിരിയുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. വിരിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ തന്നെ നിർത്തുള്ളൂ, ഞാൻ കട്ടൊന്നും ചെയ്യില്ല. അങ്ങനെ തന്നെ നിർത്തി വളർത്താനാണ് എൻ്റെ ഉദ്ദേശം. കണ്ടില്ലേ?